ഹലോ ഗായ്സ്, വാട്സാപ്പ്. അപ്പോൾ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവരും സ്വാഗതം ഗായ്സ്. ഞാൻ കുറേ ദിവസം കൊണ്ട് ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് നമുക്ക് ഇന്ന് ചെയ്യാം. എന്തായാലും എൻ്റെ ഒരു പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി നെക്സ്റ്റ് വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ വ്ളോഗ് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സുഹൃത്തുക്കളെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വ്ളോഗെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ UAE നല്ല ചൂടല്ലേ. എൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണുന്നില്ലേ, ചൂടെന്നൊക്കെ. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ പുറത്തൊക്കെയാണ് ഡെലിവറിക്കൊക്കെ പോകുന്നത്. ഇവിടെ അബുദാബി പോകുന്നുണ്ട്, അലയിൽ പോകുന്നുണ്ട്, മുസഫയ്ക്ക് പോകുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പോണ വഴിക്ക് ഇപ്പോൾ കുറച്ച് ഈ ചൂട് തുടങ്ങുന്നതിന് കുറച്ച് മുന്നേ നല്ല മഴയായിരുന്നു സുഹൃത്തുക്കളെ. ഞാൻ ഇവിടെ പുറത്തിരിക്കുമ്പോഴും നല്ല വേർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം പുറത്ത് പോകുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നല്ല മഴയായിരുന്നു സുഹൃത്തുക്കളെ. അപ്പം ഈ ചൂട് തുടങ്ങുന്നതിന് മുന്നേ അപ്പോൾ ഈ മഴ കാരണം ഈ റോഡുകളിൽ മണ്ണൊലിച്ചും പിന്നെ റോഡുകൾ പൊളിഞ്ഞും അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളുണ്ടായി ഇപ്പോൾ ഈ റോഡ് സൈഡിലൊക്കെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ജോലി എടുക്കുന്നുണ്ട്. അവർക്കൊന്നും ഈ പറഞ്ഞ കണക്ക് നല്ല ഈ ചൂടത്താണ് അവർ പണിയെടുത്തോണ്ടിരിക്കുന്നത്, നല്ല ചൂടത്ത്. അത് കുറച്ച് നേരം പുറത്തിറങ്ങി UAEലുള്ളവർക്കറിയാം, കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് ഈ റൂമിൽ നിന്നോ അത് വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നോ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാവും. അത്രയ്ക്ക് ചൂടെന്ന് വെച്ചാൽ അത്രയ്ക്ക് ചൂടാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ എന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ ഈ റോഡ് സൈഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മളെ കൊണ്ടാവുന്ന വിധം കുറച്ച് എന്തെങ്കിലും ഒരു വെള്ളമോ ജ്യൂസോ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ച് കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ചെയ്താലോ എന്ന് ഞാനൊന്ന് ആലോചിച്ചപ്പോൾ ഞാൻ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതെന്ന് വെച്ചാൽ കാരണം എന്ന് വെച്ചാൽ ഈ റോഡ് സൈഡിൽ വർക്ക് ചെയ്യുന്നവർക്കെന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല, ഒരു സൂപ്പർ മാർക്കറ്റോ ഗ്രോസറിയോ അങ്ങനെ ഒന്നുമില്ല. കാരണം വേറെ ഒന്നും കൊണ്ടില്ല, റോഡ് സൈഡിൽ അങ്ങനെ ഷോപ്പുകളൊന്നും വരാറില്ല. അപ്പം ഈ വെള്ളം അത്യാവശ്യം ഒരാൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഒരു ജ്യൂസ് എന്തെങ്കിലും കുടിക്കണമെങ്കിൽ അതിനും പറ്റില്ല അത്ര. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കമ്പനിയിൽ നിന്ന് എല്ലാവരും നിന്ന് ഒരു 2 dirhams വെച്ച് കളക്ട് ചെയ്യും. 2 dirhams വെച്ച് എന്നിട്ട് ആ കളക്ട് ചെയ്യുന്ന പൈസ വെച്ച് നമ്മൾ ഒരു ജ്യൂസോ ലബനപ്പോ വാങ്ങിച്ചിട്ട് നമ്മൾ നാളെ മുസഫയ്ക്ക് പോകുന്ന വഴിയിൽ കാണുന്ന ആൾക്കാർക്ക് കൊടുക്കും. അതാണ് നമ്മുടെ വ്ളോഗ് ഗൈസ്. അപ്പോൾ എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങൾ കണ്ടു നോക്ക്, എങ്ങനെയെങ്കിലും സക്സസ് ആക്കിയിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാവരും ഇന്ന് കളക്ട് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കിപ്പോൾ 9 dirhams വെച്ചിട്ട് എനിക്ക് ജ്യൂസോ വെള്ളം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി എന്നെക്കൊണ്ട് കഴിയും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്നെക്കൊണ്ട് പറ്റും. അതൊരു പൈസ റോൾ ചെയ്യാൻ എത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ബട്ട് ഈ എല്ലാവരെയും ഒരു 2 dirhams വെച്ച് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ ജ്യൂസ് കൊടുക്കുന്നതിൽ എല്ലാവരും ആവും, അതിലൊരു കണക്ഷൻ വരും ഗൈസ്. അതുകൊണ്ടാണ് ഇൻവോൾവ് ആവും. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് എല്ലാവരും കളക്ട് ചെയ്തിട്ട് 2 dirhams വെച്ച് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ജ്യൂസ് വാങ്ങിച്ച് പോണ വഴിക്ക് ഈ റോഡ് സൈഡിൽ പണിയെടുക്കുന്നവർക്ക് കൊടുക്കാം. അവർക്ക് കുറച്ച് നേരമെങ്കിലും ആശ്വാസം കിട്ടുമല്ലോ. നമ്മളെ കൊണ്ട് അതൊക്കെയല്ലേ കഴിയുള്ളൂ സുഹൃത്തുക്കളെ ഗൈസ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരെ ഇവിടെ നിന്ന് എത്ര പേര് തരുമെന്ന് എനിക്കറിയില്ല, എങ്കിലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ 2 dirhams വെച്ച് ഓരോരുത്തരിൽ നിന്ന് കളക്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ സുഹൃത്തുക്കളെ നേരെ നമ്മളെ സുനിലിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. സുനിലിൻ്റെ നിന്ന് ഒരു 2 dirhams നമുക്ക് ആദ്യം കളക്ട് ചെയ്യാം. സുനിൽക്ക് ഇത്ര 2 dirham ചെയ്യും. അങ്ങനെ സുനിലിൻ്റെ റൂമിൽ വന്നിട്ടുണ്ട്. നമ്മൾ നേരെ സുനിലിൻ്റെ നിന്ന് 2 dirhams വാങ്ങുന്നതാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ജാഗിർ ഭായ് 2 dirham ചെയ്യും. 2 dirham ചെയ്യും. മുസ്താൻ ഭായ് ഓക്കെ. മുസ്താൻ ഭായ് അങ്ങനെ നമുക്ക് 5 dirhams തന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, 2 dirham दियोड़ा 2 dirham जल्दी दी ओके 2 dirham दियो रेडी भाई 2 dirham ഗൈസ്. അങ്ങനെ നമുക്ക് റെഡി ബൈ തന്നിരിക്കുകയാണ് 2 dirhams.
അങ്ങനെ റെഡി ബൈഡിൽ നിന്ന് 2 ദിർഹംസ് വാങ്ങിച്ചിട്ട് നമുക്ക് പോവാം. ഇനി ആരെയൊന്നും വാങ്ങണ്ട, ആരെങ്കിലും പൈസയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കാം. പൈസയൊന്നും തരില്ല, നമുക്ക് തന്നെ വാങ്ങിച്ചു കൊടുക്കാം. നമുക്ക് തന്നെ നമ്മളെ ഇന്ന് പൈസ ഇട്ട് കൊടുക്കണതിന് ഏറ്റവും ബെറ്റർ. ഇത് അവരോട് ചോദിക്കുമ്പോൾ അവരിലൊന്നും പൈസ ഇല്ല, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. 1 രൂപയ്ക്ക് ഇവിടെ ഉള്ള ആൾക്കാർ 1 രൂപയ്ക്ക് 1 ദിർഹംസിന് ഒരു നേരത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നവരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തരുടെ അവസ്ഥയുണ്ട്. നമുക്ക് ഇനിയൊന്നുമില്ല, ഇനി ആരോടും ചോദിക്കില്ല. ആകെ നമ്മൾ 3 പേരിൽ നിന്ന് കളക്ട് ചെയ്ത് അവരിൽ നിന്ന് കളക്ട് ചെയ്ത പൈസയും കൊണ്ട് നമ്മൾ നേരെ പോകുന്നു. അവരിൽ നിന്ന് കളക്ട് ചെയ്ത് എത്രയെന്ന് ഞാൻ പറഞ്ഞു, എല്ലാവരിൽ നിന്നും കളക്ട് ചെയ്ത് 10 ദിർഹംസ് ആയി കേട്ടോ, 10 ദിർഹംസ്. അപ്പോൾ നമ്മൾ ഇതും കൊണ്ട് നേരെ പോകുന്നു. ബാക്കി ഞാനിടും 10 ദിർഹംസ്. ഇനി ആരോടും ചോദിക്കണ്ട, ഇവരിലൊന്നും പൈസയൊന്നുമില്ല. പോകാം കേട്ടോ. ഞാൻ തന്നെ വിയർക്കണുണ്ട്, ചൂട് ഇത്രയ്ക്ക് ചൂടാണ് പുറത്ത്. അപ്പോൾ ഈ പുറത്ത് പണിയെടുക്കണവരുടെ കാര്യം കഷ്ടം, കണ്ണ് തുറക്കാൻ. അപ്പോൾ എനിക്ക് പറഞ്ഞ കണക്ക് എന്താ, അവരൊക്കെ ഇങ്ങനെ വെയിലത്ത് പണിയെടുക്കണ കണ്ടപ്പോൾ പാവം തോന്നി അവരൊക്കെ കാര്യങ്ങൾ. നമ്മളെ കൊണ്ട് ഇതൊക്കെ ഇല്ലേ പറ്റുള്ളൂ. ഇതിനും വലുതൊന്നും ചെയ്യാൻ നിങ്ങളും കൂടി എന്നെ സപ്പോർട്ട് ചെയ്താൽ ഇതിനും വലുത് നമുക്ക് ചെയ്യാം ഫ്യൂച്ചറിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മതിരെ പോവാം. ഓക്കെ, എന്നിട്ട് അവിടെ നിന്ന് ലബന പോകാം. എൻ്റെ കൂടെ സുനിലുണ്ട്. നമ്മളിവിടെ നിന്ന് 10 ദിർഹംസ് നമുക്ക് ഓംലോക്കുമില്ല. ഇവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് കളക്ട് ചെയ്ത 10 ദിർഹംസ് ഉണ്ട്. അതിൽ 10 കിട്ടിയില്ല. ബാക്കി നമ്മൾ കൂടിയിട്ട് നേരെ അവിടെ പോയി ജ്യൂസ് വാങ്ങുന്നു. നേരെ എന്നിട്ട് ഇവിടെ വന്ന് പാക്ക് ചെയ്യുന്ന ഫ്രിഡ്ജ് വയ്ക്കുന്നു. ഓക്കെ, ആണ് സുഹൃത്തുക്കളെ. നമ്മളങ്ങനെ മദീനയിൽ എത്തിയിട്ടുണ്ട്. നേരെ മദീനയിലേക്ക് വന്ന് ഇവിടെ നമ്മൾ സാധനം വാങ്ങിച്ചുകൊണ്ട് പോകാം. അങ്ങനെ നമ്മളൊരു ട്രോളിയൊക്കെ എടുത്ത് വെയിറ്റ് നോക്കണം. അങ്ങനെ നമ്മളൊരു 3 ലബനപ്പ് എടുത്തിട്ടുണ്ട്. തൽക്കാലം ഇത് മതി. നമുക്കൊരു 2 പീസായിട്ട് ഓരോ കവറിൽ കൊടുക്കാം. അതാണ് നല്ലത്. കവർ എടുത്ത് 3 ലബനപ്പ് എടുത്ത് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്ത് സുഹൃത്തുക്കളെ മൊത്തത്തിൽ 26 ദിർഹംസായി. നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ച്. സുനിലാണ് എൻ്റെ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന സുനിൽ. പാവം സുനിലാണ് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്തത് കേട്ടോ, പാവം. അപ്പോൾ നമുക്ക് ഇതും കൊണ്ട് നേരെ ഇതിൻ്റെ സുനിലിൻ്റെ റൂമിൽ പോകും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ സുനിലിൻ്റെ റൂമിൽ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളെ. അങ്ങനെയാണ് ഇങ്ങനെ കവറിലാക്കിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കെന്നിട്ട് അങ്ങനെ ഓരോരോ കവറിലാക്കി ഇതാ ഫ്രിഡ്ജിൻ്റെ അടിയിലൊക്കെ അതിൻ്റെ നേരെ വെക്കാൻ കുറച്ച് റെഡിയാക്കി. അപ്പോൾ ഇത് ഫ്രിഡ്ജിലേക്കൊക്കെ എന്നിട്ട് നാളെ രാവിലെ ഗായ്സ് എടുത്തുകൊണ്ട് കൊടുക്കാം. അപ്പം നമുക്ക് രാവിലെ കാണാം. ബായ് സുഹൃത്തുക്കളെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മൾ രാവിലെ എഴുതിച്ച് നേരെ മുസഫയ്ക്ക് പോവുകയാണ്. നമ്മൾ ഇന്നലെ പാക്ക് ചെയ്ത് വെച്ച ലബനപ്പൊക്കെ എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ 2 കവറിലാക്കിയിട്ടുണ്ട്. സുനിൽ നമുക്ക് 2 കവറിലാക്കി തന്നിട്ടുണ്ട്. നമുക്കിത് വാങ്ങിച്ചുകൊണ്ട് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ 2 കവറിലും ലബനപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 കവറും കൊണ്ട് നേരെ നമുക്ക് മുസഫയ്ക്ക് പോവാം. നമ്മൾ വണ്ടിക്കകത്ത് കയറി നമ്മൾ ലബനപ്പൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനിയിപ്പോൾ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഡെലിവറി കഴിയും. ഞാൻ മുസഫയ്ക്ക് കയറ്റി. അപ്പം തിരിച്ചു വരുമ്പോൾ നമുക്ക് റോഡ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് കൊടുക്കാം.
അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ മുസഫ എത്തി. നമ്മൾ ഡെലിവറിയൊക്കെ കൊടുത്തു തുടങ്ങിയതാ. ചെക്കന്താ കൊണ്ടുപോണ്. അപ്പോൾ നമ്മൾ ഈ ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. നമ്മൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് സമയം 1:30 മണിയായി. 1:30 മണി. ഇനി നമുക്ക് ഈ ലബനപ്പൊക്കെ നമ്മൾ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാര്യം വണ്ടിക്കകത്ത് ചൂടാണ്. അപ്പോൾ അത് നമ്മൾ സീറ്റിൻ്റെ പുറത്തെടുത്ത് വെച്ച് ചൂടാവാതിരിക്കാനുള്ള രീതിയിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോണ വഴിക്ക് എല്ലാവർക്കും കൊടുക്കുക, റോഡ് സൈഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ താണ്ട് ഇവിടെ വഴിയിൽ അവർ കുറച്ച് പേര് ഇങ്ങനെ പണിയെടുക്കുന്നുണ്ട്. നമുക്ക് അവർക്ക് ജ്യൂസ് കൊടുക്കാം. നമ്മൾ ഒരു പൊതി ഉണ്ടായിരുന്ന മൊത്തം ഇവിടെ ഉള്ള ആൾക്കാർക്ക് കൊടുത്ത് ഈ 2 പേര്. ഇനി ഇത് കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ നമുക്കിനി പോണ വഴിക്ക് ആർക്കെങ്കിലും കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഗായ്സ് ഞാൻ കുറേ ദൂരം ഇങ്ങ് വന്നു കേട്ടോ. അവിടെ ഞാൻ അവരെ കണ്ടുകൊണ്ട് അവിടെ പുല്ലൊക്കെ മുറിക്കുന്നുണ്ട്. അത് ഭയങ്കര ഹാപ്പിയായി കേട്ടോ. ഭയങ്കര ചൂടല്ലേ. അപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് വന്ന് ഇപ്പം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ആരെയും റോഡ് സൈഡിൽ ആരും ഇല്ല. ഓക്കെ, ഈ പറഞ്ഞ കണക്ക് എവിടെയെങ്കിലും ഉള്ള പുറത്തേക്കുന്ന ആൾക്ക് കൊടുത്തില്ല. റോഡ് സൈഡിൽ കൊടുക്കണതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തെങ്ങും ഷോപ്പില്ല. കുടിക്കാൻ ഒരു വെള്ളം പോലും വാങ്ങാതെ ഷോപ്പ് പോലും ഇല്ല. അല്ലാത്ത അവസ്ഥയാണ്. പിന്നെ ചൂടാവും. ഈ വെയിലത്ത് ഈ വെള്ളം ഇരുന്നിട്ട് ഇവർ കുടിക്കാൻ കൊണ്ടുവരുന്ന വെള്ളം ഇരുന്നിട്ട് നല്ല ചൂടാവും. ആ ചൂട് വെള്ളമൊക്കെ എനിക്ക് ഒരു കുടിക്കണം. കഷ്ടമാണ് അവരെ കാര്യങ്ങൾ. അപ്പോൾ അതാണ് ഞാൻ റോഡിൽ വർക്ക് ചെയ്യുന്നത്. അതിപ്പോൾ മഴയും കൂടി പെയ്തുകൊണ്ട് റോഡ് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേര് പുറത്താണ് പണി. കുറച്ച് ഇങ്ങോട്ട് വന്ന് ആരെയും കാണുന്നില്ല. എന്തായാലും നമുക്ക് കുറച്ച് ദൂരവും കൂടി പോകാം. ഞാനിപ്പം നമ്മുടെ അബുദാബിയിൽ നിന്ന് ദുബായിലോട്ട് പോണ റോഡിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പോയി നോക്കാം. പോണ വഴിയിൽ എവിടെയെങ്കിലും കാണാം. നമുക്ക് അജ്മാൻ വരെ ഉണ്ടല്ലോ. പോണ വഴിയിൽ ആരെങ്കിലും കാണെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ എന്തായാലും നോക്കാം ഗായ്സ്. അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ കുറച്ച് ദൂരം വന്നപ്പോൾ അവിടെ കുറേ 2-3 പേര് ഇങ്ങനെ റോഡിൻ്റെ പണിയെടുത്തോണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് അവർക്ക് ഈ ബാക്കിയുള്ളതും കൂടി കൊടുത്തിട്ട് പോവാം. ഓക്കെ,
സുഹൃത്തുക്കളെ നമ്മൾ മൊത്തം ഫിനിഷ് ചെയ്ത് എല്ലാം കൊടുത്ത് എല്ലാവർക്കും കൊടുത്ത് ഇനി നമുക്ക് പോവാം. കലാസ് നമ്മൾ നേരെ മൾട്ടിക്കോമിലോട്ട്. സായിദ് ഇവിടെ ഉണ്ട് നമ്മളെ കൂട്ടുകാരൻ. അപ്പം ലെറ്റ്സ് ഗോ, ബൈ. അങ്ങനെ ഗായ്സ് ഞാനൊരു 2 മണിക്കൂറത്തെ യാത്രക്കിടയിൽ ഞാനങ്ങനെ റൂമിലെത്തി ഗായ്സ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങളും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇപ്പോഴേ ചൂടൊക്കെ സമയമല്ലേ, അപ്പം നിങ്ങളും കണ്ടിട്ട് ഇങ്ങനെയൊക്കെ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ നല്ല കാര്യമായിരിക്കും. അപ്പോൾ ഭയങ്കര ചൂടാണ്, പുറത്ത് വർക്ക് ചെയ്യണവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തി നെക്സ്റ്റ് വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇതേ കണക്കത്തെ വെറൈറ്റി വീഡിയോക്കായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേ. അപ്പം ബൈ.